ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാൻ അനൂപ്. ഇപ്പോൾ 32 വയസ്സ്. ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു. എൻ്റെ 25-ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. 6 മാസം മാത്രമാണ് എൻ്റെ ഭാര്യയുമായി ഞാൻ സന്തോഷത്തിൽ കഴിഞ്ഞത്. പിന്നീടുണ്ടായ ഒരു കാർ ആക്സിഡൻറ്റ് എൻ്റെ ഭാര്യയെ എനിക്ക് നഷ്ടമായി. തലനാഴികക്കരിക്കാം ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒരു 3 മാസം എനിക്ക് ഓർമ്മയൊന്നുമില്ലാതെ അങ്ങനെ കിടന്നു. പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം ഞാൻ പഴയതുപോലെയായി. പക്ഷേ എൻ്റെ മീനു അപ്പോഴേക്കും എനിക്ക് നഷ്ടമായിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അവളുടെ ഓർമ്മകളും പാടെ മാഞ്ഞു തുടങ്ങി. അവളുമായി ഒന്നിച്ചു കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ മാറി ജോലിസ്ഥലത്തിനടുത്ത് ഒരു ഫ്ലാറ്റ് എടുത്തു. ഇപ്പോൾ അവിടെയാ ഞാൻ താമസിക്കുന്നത്. ആ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എൻ്റെ ഫ്ലാറ്റിന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ നമ്മുടെ കഥാനായിക ഐഷത്ത താമസിക്കുന്നു. ഐഷത്താടെ വീട്ടിൽ ഐഷത്തായും 2 ആൺമക്കളും മാത്രമാണുള്ളത്. ഭർത്താവ് ചെറുപ്പത്തിൽ തന്നെ ഐഷത്താനെ ഉപേക്ഷിച്ചു പോയിരുന്നു. നമ്മുടെ ഐഷത്ത കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ, ആള് പുലിയാണ്. ഒറ്റയ്ക്ക് 28-ാമത്തെ വയസ്സ് മുതൽ മക്കൾക്ക് വേണ്ടി മാത്രമായി ജീവിച്ചു. തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം പാടെ ഉപേക്ഷിച്ച് ഐഷത്ത മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചു. ആദ്യം ഞാൻ ഫ്ലാറ്റിൽ താമസമായപ്പോൾ ഇത്തായെ പുറത്തിറങ്ങുമ്പോൾ കാണുന്നുണ്ടെങ്കിലും ഒന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല. ഒരു ചിരി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാക്കും. പിന്നീട് ആ ചിരി ഞങ്ങൾക്ക് പരസ്പരം രാവിലെ കാണുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ആയി മാറി. എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ ഇത്താനോട് ഒരു മോഹം തോന്നി തുടങ്ങി. ഓരോ ദിവസവും ഇത്താനെ കാണുമ്പോൾ ഇത്താടെ ഭംഗി കൂടുന്ന പോലെയാ എനിക്ക് തോന്നിയത്. എന്നാലും മനസ്സിനെ പിടിവിടാതെ ഞാൻ ഇത്താനെ മിണ്ടാറുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആയിഷത്ത് ആരെയോ വെയിറ്റ് ചെയ്ത് പാർക്കിങ്ങിൽ നിൽക്കുന്നത് കണ്ടു. നല്ല പിങ്ക് നിറത്തിലുള്ള ചുരിദാറാണ് നമ്മുടെ ഐഷത്താടെ വേഷം. എന്ത് സുന്ദരിയാ ആ പിങ്ക് ചുരിദാറിൽ എൻ്റെ ഐഷത്ത. ഇത്താനെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്നു. ഇവിടെ നിൽക്കുന്നത് എന്തായെന്ന് കാര്യം തിരക്കി. ഇത്താക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വണ്ടി കാത്തി നിൽക്കുകയാ. ഞാൻ പറഞ്ഞു, ആ വഴിക്കാ ഞാൻ പോകുന്നതെന്ന്, ഞാൻ ആക്കിത്തരാമെന്നും പറഞ്ഞു. ആദ്യം മടിച്ചെങ്കിലും ഇത് എൻ്റെ കൂടെ പോരാൻ സമ്മതം മൂടി. അങ്ങനെ ഇത്ത കാറിൻ്റെ ബാക്ക് സീറ്റിലാണ് കയറിയത്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. എന്നിട്ട് ഇത്താനോട് മുൻ സീറ്റിലിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോഴേക്കും ഇത്ത വേഗം ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നു. ഇത്ത എന്നോട് എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാനും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും ഇത്താനോട് ഓപ്പണായി പറഞ്ഞു. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ പാകത്തിനുള്ള ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു.
ഇത്തായും ഒന്നും മറച്ചു വെക്കാതെ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഇത്താടെ കഥ കേട്ടപ്പോൾ എന്തോ ഇത്താനോടുള്ള സ്നേഹം പതിമടങ്ങായി. ആയിഷത്ത എന്ന പോരാളിയെയാണ് ഇത്ത കഥ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ഇത്താടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഇത്താടെ അവസ്ഥ ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നിയതേയില്ല. പിന്നീട് ഞാൻ ഒന്നും മിണ്ടാതെയാ വണ്ടി ഓടിച്ചത്. മനസ്സിലെന്തൊക്കെയോ കുറേ ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇത്തയാണെങ്കിൽ ഇത്താടെ ബാഗെടുത്ത് ഇറങ്ങാൻ നേരം എൻ്റെ നേരെ ഒന്ന് നോക്കി. എന്നിട്ട് ഈവനിങ് ഡിന്നർ കഴിക്കാൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾ ഇത്താടെ വീട്ടിൽ പോയത്രേ. ഇത്താക്കാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ ബോറിങ്ങാണ്. അതുകൊണ്ടാണ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അത് കേട്ടതും ഞാൻ മനസ്സിൽ 100 വട്ടം സന്തോഷിച്ചു. പുറമേ കാണിക്കാതെ നോക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കാറെടുത്ത് പോന്നു. തിരിച്ചു പോരുമ്പോഴും എൻ്റെ മനസ്സിൽ ചോദിക്കാൻ ബാക്കി വെച്ച ആ ചോദ്യമായിരുന്നു. ഈവനിങ് എങ്കിലും അത് ചോദിക്കണമെന്ന് കണക്കുകൂട്ടലായിരുന്നു എൻ്റെ മനസ്സാകെ. ഇന്ന് ഞാൻ എൻ്റെ പ്രണയം മറയില്ലാതെ ഇത്താനോട് പറയും. എന്തൊക്കെ സംഭവിച്ചാലും മനസ്സിലെല്ലാം ഉറപ്പിച്ചു വെച്ചായിരുന്നു എൻ്റെ ഡ്രൈവിംഗ്. അപ്പോഴേക്കും ഞാൻ ഓഫീസിലെത്തിയിരുന്നു. മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിനിടെ ഓഫീസെത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓഫീസിലെത്തി എൻ്റെ ജോലികളെല്ലാം തുടർന്നു. ഓരോ വട്ടവും ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടിയ പോലെയാ എനിക്ക് തോന്നിയത്. എന്തോ വർഷങ്ങൾ നീണ്ടുപോകുന്ന പോലെ ആ രാത്രിക്കായുള്ള കാത്തിരിപ്പ് ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു.